അച്ഛനോട് എത്ര തവണ പറയണം കതകിൽ മുട്ടിയിട്ട് വേണം അകത്തേക്ക് വരാനെന്ന്? ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കാന്ന് അറിയില്ലേ? കുഞ്ഞിന് പാല് കൂടി തുറക്കുകയായിരുന്നു ദേവിക. അപ്പോഴാണ് അമ്മായിയച്ഛൻ ചന്ദ്രൻ ഒന്ന് കതകിൽ തട്ടുക പോലും ചെയ്യാതെ വാതിൽ തള്ളി തുറന്ന് മുറിയിലേക്ക് കയറി ചെന്നത്. അയാളെ കണ്ടതും ദേവിക പെട്ടെന്ന് ബെഡ്ഷീറ്റ് എടുത്ത് മാറിടം മറച്ചു. അത് മോളെ, ഞാൻ ഫോണിൻ്റെ ചാർജർ എടുക്കാൻ വന്നതാ. അച്ഛൻ്റെ ചാർജർ ഇവിടെ എങ്ങനെ ഉണ്ടാവാനാ? അപ്പുറത്തെങ്ങനെ പോയി നോക്ക്. ആർത്തിയോടെ തന്നെ ഒഴിയുന്ന അയാളുടെ നോട്ടം നേരിടാനാവാതെ ദേവിക മുഖം വെട്ടിച്ചു. സോറി മോളെ, നീ പാല് കൊടുക്കായിരിക്കുമെന്ന് ഓർത്തില്ല ഞാൻ. അവൾ കാണിക്കെ സ്വന്തം സ്വകാര്യ ഭാഗം തടവിക്കൊണ്ട് ചന്ദ്രൻ പുറത്തേക്ക് പോയി. ദേവികയ്ക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. ആദ്യമായിട്ടല്ല ഇങ്ങനെ, പല തവണയായി. പ്രസവം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ വന്നിട്ടിപ്പോൾ മാസം 2 കഴിഞ്ഞു. അവിടേക്ക് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. ദേവികയുടെ ഭർത്താവ് ബിജോയ് ഗൾഫിലാണ്. അവനൊരു ചേട്ടനുള്ളത് ഫാമിലിയായി കാനഡയിലാണ്. കല്യാണം കഴിഞ്ഞ് ബിജോയിയുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മായിയച്ഛൻ അത്ര പ്രശ്നക്കാരനായി ദേവികയ്ക്ക് തോന്നിയിരുന്നില്ല. അമ്മ അത്യാവശ്യം അമ്മായിയമ്മ പോരൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അവൾ എന്ത് വെച്ചുണ്ടാക്കിയാലും 100 കുറ്റം പറയും. അടിച്ചു വാരി തുണി അലക്കി പാത്രം കഴുകിയെന്ന് വേണ്ട, വീട്ടിലെ സകല പണി ചെയ്താലും വൃത്തിയായില്ല എന്ന് പറഞ്ഞ് അമ്മായിയമ്മ വീണ്ടും അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ദേവികയ്ക്ക് സങ്കടമാകും. എന്നിട്ട് മോനെ വിളിച്ച് ഇങ്ങനെ പറയും: നിന്റെ ഭാര്യയ്ക്ക് വീട്ടിലെ പണിയെടുക്കാനൊന്നും അറിയില്ല. ഏത് നേരവും മൊബൈലും തോണ്ടി ഇരിക്കാനേ അവളെ കൊണ്ട് ഒക്കൂ. ഒരു ജോലിയും വൃത്തിക്ക് ചെയ്യില്ല. പിന്നെ എല്ലാം ഞാൻ തന്നെ പുറകിന് നടന്ന് ചെയ്യണം. ഇതൊക്കെ കേട്ട് ബിജോയ് 2 പക്ഷവും പിടിക്കാതെ അമ്മ പറയുന്നത് കേട്ട് മൗനം പാലിക്കും. അമ്മായിയമ്മയുടെ കുറ്റം പറച്ചിൽ കേട്ട് ദേവിക ജോലികളൊന്നും ചെയ്യാതിരുന്നാൽ അതിനും കുറ്റം തുടങ്ങും. നിന്റെ ഭാര്യ ഇപ്പം മേലനങ്ങി ഒരു പണിയെടുക്കില്ല. ഞാൻ അവളുടെ വേലക്കാരിയൊന്നും അല്ല ഊട്ടിയുറക്കാനാ. അവളോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. എനിക്കിനി ഈ വയസ്സാം കാലത്ത് നിന്റെ ഭാര്യയുമായി തല്ലു പിടിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഞാൻ എന്തു ചെയ്താലും അമ്മ ഓരോ കുറ്റം പറഞ്ഞ് നടക്കും. എനിക്കിതൊക്കെ കേട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. രാത്രി വീഡിയോ കോൾ വിളിക്കുമ്പോൾ ദേവിക പരാതി പറഞ്ഞു കരയും. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാ പെണ്ണേ. അവർ വയസ്സായില്ലേ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. നിനക്ക് വേണ്ടി അമ്മയോട് വഴക്കു കൂടാൻ എനിക്ക് വയ്യ. ബിജോയ് മുഷിച്ചിലൂടെ പറയുന്നത് കേൾക്കുമ്പോൾ അവളുടെ മനസ്സിടറും. അമ്മയോട് പോയി വഴക്കിടാൻ വേണ്ടിയല്ല അവൾ വിഷമം പറയുന്നത്. നിനക്ക് ഞാനില്ലേ പെണ്ണേ എന്ന് പറഞ്ഞുള്ള അവൻ്റെ ഒരാശ്വാസവാക്ക് കേൾക്കാനായിരിക്കും. പക്ഷെ അത് അവനിൽ നിന്നുണ്ടാവുകയില്ല. പിന്നെ പിന്നെ ദേവിക അവനോടൊന്നും പറയില്ല. സങ്കടമൊക്കെ അവൾ ഉള്ളിലൊതുക്കും. ആ സമയത്തൊക്കെ അവൾക്ക് സപ്പോർട്ടായി നിന്നിരുന്നത് അമ്മായിയച്ഛനായിരുന്നു. പ്രസവം കഴിഞ്ഞ് വന്ന സമയത്തും അമ്മയേക്കാൾ കൂടുതൽ കുഞ്ഞിനെ അവളുടെ അടുക്കൽ നിന്ന് കൊണ്ടുപോയി നോക്കുന്നതും അച്ഛനാണ്. ആ സമയത്ത് അവൾ വീട്ടുപണിയൊക്കെ ഒതുക്കും. ദേവിക മുറ്റമടിക്കാൻ ഇറങ്ങുമ്പോൾ മോനെയും കളിപ്പിച്ച് അയാൾ ഉമ്മറത്തുണ്ടാവും. കുനിഞ്ഞു നിന്ന് അടിച്ചു വരുമ്പോൾ മാക്സിയുടെ മുൻഭാഗം താഴ്ന്നിട്ട് പുറത്തേക്ക് കാണുന്ന അവളുടെ മാറിടങ്ങളിലേക്കായിരിക്കും അയാളുടെ കണ്ണുകൾ. ദേവിക ആദ്യം ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരിക്കൽ അപ്രതീക്ഷിതമായിട്ടാണ് അത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തനിക്ക് തോന്നുന്നതാണോ എന്ന് പോലും അവൾ സംശയിച്ചുപോയി. തൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ആശങ്ക മാറ്റാനായി പിന്നീട് അവൾ അച്ഛനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അയാളുടെ നോട്ടം തൻ്റെ ശരീരത്തിലേക്കാണെന്ന് ബോധ്യമായതോടെ ദേവികയ്ക്ക് അച്ഛനോട് കഠിനമായ വെറുപ്പ് തോന്നി. മരുമകൾക്ക് തൻ്റെ തനിനിറം മനസ്സിലാവുകയും അത് അവൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞതും ചന്ദ്രന് കാര്യങ്ങൾ ഒന്നുകൂടെ കൂടുതൽ സൗകര്യമായി. പിന്നെ പിന്നെ അവൾ അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ അറിയാത്ത ഭാവത്തിൽ തട്ടിയും മുട്ടിയും നടക്കുക, കുട്ടിയെ കയ്യിൽ നിന്നും വാങ്ങുമ്പോൾ അനാവശ്യമായി അവളുടെ ശരീരത്തിൽ ഉരസാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മായിയമ്മയും അടുത്തെവിടെയെങ്കിലും ഉണ്ടാകും. അവർക്ക് അസ്വാഭാവികത തോന്നാത്ത രീതിയിലാണ് ചന്ദ്രൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ടൊന്നുറക്കെ പ്രതികരിക്കാൻ പോലും ദേവിക ഭയന്നു. അയാൾ കാണിക്കുന്ന നെറുകേടിന് തെളിവില്ലാതെ പ്രതികരിച്ചാൽ താൻ തെറ്റ് ചെയ്തുവെന്ന് എല്ലാവരും കൂടി വരുത്തി തീർക്കുമെന്ന് അവൾക്ക് തോന്നി. ഇപ്പോൾ അവൾക്ക് മുറിക്കുള്ളിലിരുന്ന് സ്വസ്ഥമായി കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. മുറി പൂട്ടിയിട്ട് പാല് കൊടുത്തിരുന്നപ്പോൾ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞിട്ടാണ് അവൾ ഡോറ് ചേർത്ത് അടയ്ക്കുക മാത്രം ചെയ്തിരുന്നത്. അമ്മ എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ റൂം പൂട്ടിയിരിക്കുന്നത് കണ്ടാൽ കലി വരും. ഇവിടെ ഇപ്പം നീ കൊച്ചിന് മുല കൊടുക്കുന്നത് നോക്കാൻ വരാൻ ആരിയ്ക്കുന്നു? നീ കതക് കുറ്റിയിട്ട് അകത്ത് കയറി അടയിരുന്നാൽ എനിക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ നീ നട തുറക്കും വരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. ഇത് കേട്ട് മടുത്താണ് അവൾ വാതിൽ പൂട്ടാത്തത്. അതിപ്പോൾ അയാൾ ഒരു സൗകര്യം പോലെ കണ്ടുവച്ചിരിക്കുകയാണ്. അമ്മായിയമ്മയുടെ വീട്ടിലിടുന്ന കുറേ ഡ്രസ്സുകൾ അവളുടെ മുറിയിലെ അലമാരയിലാണുള്ളത്.
അതവർ അവിടുന്നെടുത്ത് സ്വന്തം മുറിയിൽ കൊണ്ടുവയ്ക്കില്ല. ഇടയ്ക്കിടെ അങ്ങോട്ട് ഇടിച്ചു കയറാൻ അവർക്ക് അതാണൊരു വഴി. അച്ഛൻ മുറിയിലേക്ക് കയറി വരാൻ തുടങ്ങിയപ്പോൾ അവൾ അമ്മയുടെ വഴക്ക് മൈൻഡ് ചെയ്യാതെ സ്വന്തം മാനമാണ് വലുതെന്ന് കരുതി കതക് പൂട്ടാൻ തുടങ്ങി. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് ദേവികയ്ക്ക് തോന്നി. ബിജോയോട് അച്ഛൻ്റെ പെരുമാറ്റം ഇപ്പോൾ തീരെ ശരിയല്ല എന്നവൾ സൂചിപ്പിച്ചപ്പോൾ പ്രതീക്ഷിച്ച പോലെ പൊട്ടിത്തെറിയാണുണ്ടായത്. അങ്ങനെ അവനൊരു വീഡിയോ അയച്ചു കൊടുത്തു. പലപ്പോഴായി അവൾ ഷൂട്ട് ചെയ്തതാണ്. അടുക്കളയിൽ ഫ്രിഡ്ജിന് മുകളിൽ വീഡിയോ ഓണാക്കി അവൾ ഫോൺ വെച്ചിട്ട് അടുക്കള പണിയിൽ മുഴുകുമ്പോഴാണ് ചന്ദ്രൻ വെള്ളം കുടിക്കാനെന്ന ഭാവേന അവിടെ വന്നിട്ട് അവളുടെ പിൻഭാഗത്ത് കൈവയ്ക്കുന്നത്. അതുപോലെ അവൾ കാണാൻ വേണ്ടി അടിവസ്ത്രം ഇടാതെ മുണ്ട് മാറ്റി സ്വകാര്യ ഭാഗം കാണിക്കൽ, അശ്ലീല ചുവയുള്ള രീതിയിലുള്ള ചിരി. അവളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടാവില്ലെന്നറിഞ്ഞപ്പോൾ അയാൾ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. വീഡിയോ കണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെട്ട ബിജോയ് അവളോട് മാപ്പ് പറഞ്ഞ് നാട്ടിലേക്ക് വന്ന് ഭാര്യയെയും കൊച്ചിനെയും കൂട്ടി തിരികെ മടങ്ങിപ്പോകും മുമ്പ് അച്ഛൻ്റെ മുഖം മൂടി അമ്മയ്ക്ക് മുൻപിൽ വലിച്ചു കീറിയെങ്കിലും അവർ അത് വിശ്വസിക്കാതെ മരുമകളെ പ്രാഗി. പക്ഷെ തൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറിയ അച്ഛനിട്ട് 2 എണ്ണം പൊട്ടിക്കാൻ ബിജോയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ആ വീട്ടിൽ നിന്നിറങ്ങിയതോടെ ദേവിക സ്വസ്ഥതയും സമാധാനവും എന്തെന്നറിഞ്ഞു. ബിജോയ്ക്കൊപ്പം പിന്നീട് അവൾ സമാധാനത്തോടെ ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.